ഹിസ്ബുല്ലയും മൊസാദ് നടത്തിയ വാക്കി-ടോക്കി പ്രയോഗം പുറത്തെടുത്ത ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ. മാവോയിസ്റ്റുകൾ ചിന്തിക്കാത്ത നേരത്തെ എല്ലാറ്റിനെയും നിരം പരിശാക്കി മൊസാദ് ഓപ്പറേഷൻ. മാവോയിസ്റ്റുകളുടെ ആശയവിനിമയ ഉപകരണങ്ങളിൽ സുരക്ഷാ സേന രഹസ്യമായ ട്രാക്കറുകൾ സ്ഥാപിച്ചു. ഇത് അവരുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സൈന്യത്തെ സഹായിച്ചു. ഈ വലിയൊരു നീക്കം ഇപ്പോൾ മാവോയിസ്റ്റുകളെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. സുരക്ഷാ ഏജൻസികൾ മാവോയിസ്റ്റുകളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ വാക്കി-ടോക്കികൾ പോലുള്ളവയിൽ ട്രാക്കറുകൾ ഘടിപ്പിച്ച് സംഘടനയുടെ ആശയവിനിമയ ശൃംഖല ഹാക്ക് ചെയ്തു. ഇത് നിരവധി മുതിർന്ന നേതാക്കളുടെ മരണത്തിലേക്ക് നയിച്ചു എന്നാണ് വിവരങ്ങൾ. ദണ്ഡകാരണ്യത്തിലെ മാവോയിസ്റ്റുകൾ തെലങ്കാന സംസ്ഥാന കമ്മിറ്റിയോട് കൊറിയർ വഴി ആവശ്യമായ സാധനങ്ങൾ അയച്ചു നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നതായും വിവരങ്ങളുണ്ട്. രഹസ്യങ്ങൾ നിലനിർത്താൻ മാവോയിസ്റ്റുകൾ പ്രോട്ടോൺ മെയിൽ പോലുള്ള എൻക്രിപ്റ്റ് ചെയ്ത ഇമെയിൽ സേവനങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം അഷനെ ചോദ്യം ചെയ്തതിൽ നിന്നും സൗത്ത് ബസ്റ്ററിൽ മാവോയിസ്റ്റുകൾ ഡ്രോണുകൾക്കായി പരീക്ഷണ പറക്കൽ നടത്തിയെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ സംഘടനയുടെ അന്താരാഷ്ട്ര സാന്നിധ്യത്തിന്റെ വിവരണങ്ങളും വെളിപ്പെട്ടു. പാർട്ടിക്ക് ചൈനയുമായി യാതൊരു പ്രവർത്തന ബന്ധവുമില്ല എന്നും നേപ്പാളിൽ സജീവ സാന്നിധ്യം ഇല്ല എന്നും ജമ്മു കാശ്മീർ നാഷണൽ സ്റ്റുഡൻസ് ഫെഡറേഷനുമായി യാതൊരു ബന്ധവുമില്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. CPIക്ക് ഫിലിപ്പീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഐക്യദാർഢ്യ ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറഞ്ഞതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ 10 സംസ്ഥാനങ്ങളിലായി കീഴടങ്ങിയത് 8702 മാവോയിസ്റ്റുകളാണ്. കേരളത്തിൽ 2 പേരാണ് കീഴടങ്ങിയത്. ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, തെലങ്കാന, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരുന്നു മറ്റ് കീഴടങ്ങലുകൾ. ഇതേ സംസ്ഥാനങ്ങളിൽ 10 വർഷത്തിനിടെ 509 സുരക്ഷാ ഉദ്യോഗസ്ഥരും 1511 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. കേരളത്തിൽ 2017ലും 2021ലുമാണ് ഓരോ മാവോയിസ്റ്റുകൾ കീഴടങ്ങിയത്. മാവോയിസ്റ്റുകൾ കൂടുതലുള്ള ഛത്തീസ്ഗഡിൽ ഈ വർഷം 1359 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. ഇടത് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവരെ അടയാളപ്പെടുത്തുന്നത്. രാജ്യത്തെ 38 ജില്ലകളിൽ മാവോയിസ്റ്റുകൾ ഉണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. ഛത്തീസ്ഗഡിൽ 13 ജില്ലകളിലും ഒഡീഷയിൽ 9 ജില്ലകളിലും ബീഹാറിലും ജാർഖണ്ഡിലും 4 വീതം ജില്ലകളിലുമാണ് മാവോയിസ്റ്റുകൾ ഉള്ളത്. കാക്കനാട് സ്വദേശി രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഈ വിവരങ്ങൾ. മാവോയിസം എന്നും നക്സലിസം എന്നും പല പേരുകളിൽ പല സംഘങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സായുധ കലാപങ്ങൾ നടത്തിവരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും പിന്തുണയും പരിശീലനവും ആയുധങ്ങളും പണവും ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തെ ശിഥിലീകരിക്കാൻ നടത്തിയിരുന്ന സായുധ ആക്രമണങ്ങൾക്കാണ് മോദി സർക്കാർ അന്ത്യം കുറിക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രമായിരുന്ന നേപ്പാളിലെ രാജവംശത്തെ കൊലപ്പെടുത്തി ഭരണം പിടിച്ച ചൈനീസ് മാവോവാദികൾ നേപ്പാൾ മുതൽ കേരളം വരെ നീളുന്ന ഒരു ചുവപ്പനിടനാഴി സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചിരുന്നു. മാവോയിസ്റ്റ് നക്സൽ സ്വാധീന മേഖലകളിൽ സമാന്തര ഭരണമാണ് നടന്നിരുന്നത്. പല മാവോയിസ്റ്റ് മേഖലകളിലും ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താനോ സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാനോ പോലും കഴിയുമായിരുന്നില്ല. മാവോയിസ്റ്റുകൾ ജനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സമാന്തര നികുതി പിരിവ് വരെ നടത്തിയിരുന്നു. മാവോയിസ്റ്റ് ചുവപ്പനിടനാഴിയുടെ വ്യാപ്തി വർദ്ധിച്ചു വരുന്ന കാലത്താണ് 2014ൽ ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത്. ദേശസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത മോദി സർക്കാർ രാജ്യത്തെ ഇസ്ലാമിക വിഘടന പ്രവർത്തനങ്ങളെ നേരിടുന്ന അതേ ഗൗരവത്തിൽ മാവോയിസ്റ്റ് വിഘടന പ്രവർത്തനങ്ങളെയും നേരിട്ടു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.